ഇടത് നിരീക്ഷകൻ റിജി ലൂക്കോസും നമുക്ക് പറ്റിയിരുന്നു. ശ്രീ റിജി ലൂക്കോസ്, പി രാജീവിനെ പോലെ CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മന്ത്രി, അദ്ദേഹം തിരിച്ചു പിടിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് ചേർത്ത മണ്ഡലം, അവിടെ കൃത്യമായ കണക്ക് കൂട്ടലുകൾ UDF ഇത്തവണ കാണുന്നുണ്ട്. നേരത്തെ അത് ലീഗ് 2 തവണ ലീഗ് പിടിച്ചെടുത്ത മണ്ഡലമാണ്, ലീഗിൻ്റെതായ മണ്ഡലമാണ്. UDF-ന് കൃത്യമായിട്ടുള്ള ബെൽറ്റ് ഉണ്ട്. എറണാകുളത്ത് UDF-ന് ഒരു സാധ്യതയുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അവിടെ ഇറക്കി ലീഗിന് മറ്റൊരു മണ്ഡലം കൊടുത്ത് ആ മണ്ഡലം CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ആ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരു നീക്കം അണിയറകളിൽ നടക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് തരത്തിലാണ് കാണുന്നത് ഇടതുപക്ഷം? തീർച്ചയായിട്ടും ആ മണ്ഡലത്തിനെ സംബന്ധിച്ചോളം പി രാജീവ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ അവിടെ കൈയൊഴിയുക എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടർമാർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തന്നെയല്ല, മുഹമ്മദ് ഷിയാസ് പി രാജീവിനെതിരെ മത്സരിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം രാജീവിനോട് ഏറ്റുമുട്ടി ഒരു ആദ്യത്തെ തന്റെ മത്സരത്തിൽ പരാജയപ്പെടാൻ ഷിയാസ് ആഗ്രഹിക്കുന്നു ഞാൻ തോന്നുന്നില്ല. കാരണം പി രാജീവ് ഈ മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ വ്യവസായ മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന കുതിപ്പുകൾ, അദ്ദേഹത്തിന്റെ അവബോധങ്ങൾ, അങ്ങനെ ഒരു വ്യക്തിത്വത്തെ തന്നെയല്ല മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് അദ്ദേഹം വളരെയധികം അടുത്തിരിക്കുന്നു. മണ്ഡലം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് പി രാജുവിനെ പോലെ ഒരാളെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അചിന്തനീയമാണ്. ഇപ്പൊ ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം ഷിയാസിന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മുഹമ്മദ് ഷിയാസ് BD സദസ്സിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ എറണാകുളം DCC പ്രസിഡന്റാണ്. എറണാകുളം DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വളരെ അഗ്രസീവായ ഒരു DCC പ്രസിഡന്റ് തന്നെ, ആ കാര്യത്തിലൊന്നും തർക്കിക്കാനും തന്നെ. പക്ഷെ എനിക്ക് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എൽദോസ് കുന്നപ്പള്ളിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം വിജയിച്ചത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ആ സീറ്റ് CPM വിട്ടു നൽകിയപ്പോൾ അവിടെ അവസാന നിമിഷം വന്ന അപ്രശസ്തനായ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് വളരെ കഷ്ടിച്ച് ചെറിയ വോട്ടിനാണ് എൽദോസ് ജയിച്ചു വന്നത്. ഇത്തവണ എൽദോസ് കേരളത്തിലെ തന്നെ ഏറ്റവും മോശമായ പ്രതിച്ഛായുള്ള MLA-മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ വന്ന അലിഗേഷൻസും എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിന് സീറ്റ് നൽകാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് മനസ്സിലാകും. നിന്നാൽ തന്നെ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടും. അവിടെ ഷിയാസ് മത്സരിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന നിരീക്ഷണങ്ങളോട് മനസ്സിലാക്കുന്നത്. കാരണം മുഹമ്മദ് ഷിയാസിന്റെ തട്ടകങ്ങളിൽ ഒന്ന് തന്നെയാണ് പെരുമ്പാവൂർ എന്ന് പറയുന്നത്. പെരുമ്പാവൂരിലെ തെരഞ്ഞെടുപ്പിൽ ഷിയാസ് ജയിക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. മുഹമ്മദ് ഷിയാസിനെ അക്കോമഡേറ്റ് ആണെങ്കിൽ പി രാജീവിനെതിരെ ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ള ഉറപ്പായി. അല്ല, ശ്രീ റിജി ലൂക്കോസ്, സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് ഷിയാസ് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഗോൾ കൂടി UDF-ന്റെ ഭാഗത്ത് കാണുമല്ലോ. അത് സ്വാഭാവികമായിട്ട് UDF ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാണുന്നത് ഒരു വലിയ ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സമുദായങ്ങളടക്കം UDF-ന്റെ അല്ലെങ്കിൽ ലീഗിന്റെ ആ ബെൽറ്റ് അവിടെ ഉള്ളതൊക്കെ ഒരുപക്ഷെ അനുകൂലമായിട്ട് വന്നുകൂടായികയുണ്ടോ? അല്ല, അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലീഗിന് അപ്രഭാവത്തിലുള്ള ഒരു മണ്ഡലമായ ഈ മണ്ഡലത്തെ സംബന്ധിച്ചോളം കഴിഞ്ഞ തവണ പി രാജീവ് പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ മുസ്ലിം വളരെ ഏതാണ്ട് 40-42% വോട്ട് ഈ മണ്ഡലത്തിലുണ്ട്. അല്ല, ശ്രീ റിജി ലൂക്കോസ്, കഴിഞ്ഞ തവണ പാലാരിവട്ടം പാലവുമായിട്ട് ബന്ധപ്പെട്ട താങ്കൾക്കും അറിയാവുന്നതാണ്, അത് ലീഗിനകത്ത് തന്നെ വിമത ശബ്ദങ്ങളും പോസ്റ്ററുകളും ഒക്കെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ സ്ഥാനാർത്ഥി തന്നെ മാറുകയാണെങ്കിൽ അത്തരം ആരോപണങ്ങൾക്ക് പ്രസക്തി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? കഴിഞ്ഞ തവണ കൃത്യമായി ഇടതുപക്ഷത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത് പോലും ലീഗിനകത്ത് നിന്ന് അല്ലെങ്കിൽ UDF-നകത്ത് നിന്ന് ആ ഒരു ഭിന്നത കൂടിയല്ലേ? അല്ല, അവിടെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് മത്സരിച്ചത്. ശ്രീജയുടെ നിരീക്ഷണത്തിനോട് ഞാനും യോജിക്കുന്നു. പക്ഷെ ആ ചരിത്രം മാറിക്കഴിഞ്ഞു. ആ ചിത്രം തന്നെ ഈ മണ്ഡലത്തിൽ മാറി. കാരണം പി രാജീവ് ചെലുത്തിയ സ്വാധീനങ്ങൾ, അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ്സ്, അദ്ദേഹത്തിന്റെ വ്യക്തി അവിടുത്തെ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത് ഇനി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ അചിന്തനീയമാണ്. അതാണ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. രാജീവ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഇനി കളമശ്ശേരി കൈയൊഴിയത്തില്ല. 100% ഉറപ്പ്. എനിക്ക് ആ മണ്ഡലമായിട്ട് വളരെ അടുപ്പം, എന്റെ നാടുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഡെവലപ്മെന്റ്സിനെ സംബന്ധിച്ചോളം ആ മണ്ഡലം കാലങ്ങളായിട്ട് തന്നെ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. ഒരു വ്യവസായ മണ്ഡലം കൂടിയാണ്. പക്ഷെ രാജീവ് വന്നതിന് ശേഷം രാജീവിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന മന്ത്രിമാരിൽ ഒരാളും രണ്ടാമത്തത് ഏറ്റവും കാര്യക്ഷമതയുള്ളൊരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ജനപ്രീതി വളരെയധികം ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ കളമശ്ശേരിക്കാരുടെ ഒരു പ്രസ്റ്റീജിയസ് വ്യക്തിത്വമായിട്ട് അദ്ദേഹം വളർന്നു കഴിഞ്ഞു. തിരിച്ചുപിടിക്കുക എന്നുള്ള UDF-ന്റെ വ്യാമോഹമായിട്ട് മാറത്തുള്ളൂ. ഒരു കാരണവശാലും ഈ മണ്ഡലം അവർക്ക് തിരിച്ചുപിടിക്കാൻ പറ്റത്തില്ല. പി രാജീവിനെ പരാജയപ്പെടുത്തുന്ന അചിന്തനീയമാണ്. ഇപ്പൊ ഒരു ഒറ്റ ഉദാഹരണോടെ പറയാം. കൊച്ചിൻ മെട്രോ DMSRൽ ഇത് ഡൽഹി മെട്രോ കോർപ്പറേഷനെ ഏൽപ്പിച്ച് അത് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് പ്രവർത്തിച്ചതും രാജ്യസഭാ മെമ്പർ എന്നുള്ള നിലയ്ക്ക് പി രാജീവ. അത് അവിടുത്തെ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് വളരെയധികം വ്യക്തമായിട്ടറിയാം. അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിന്റെ കൂറ്റൻ വിജയം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും UDF-നകത്ത് ഉണ്ടായിരിക്കാം ഷിയാസിനോട് തിരിച്ചു പിടിക്കാന്ന്. ഷിയാസ് പി രാജീവുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പ്രാപ്തരല്ല. മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നില, കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള പ്രസിഡന്റ്. ഞാനത് നിഷേധിക്കുന്നില്ല.
അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം പി രാജീവുമായിട്ട് മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഏറ്റുമുട്ടി പരാജയപ്പെടുന്നതിൽ ഭേദം തനിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് പോകുന്നതായിരിക്കും അദ്ദേഹം വിചാരിക്കും. സ്വാഭാവികമാണ്. ഈ രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പുറത്തു വരുന്നുണ്ട്. മുഹമ്മദ് ഷിയാസ് ഒരിക്കലും അവിടെ LDF സ്ഥാനാർത്ഥിയായി വരുന്ന പി രാജുവിന് എതിരാളില്ല. ദാറ്റ് ഇസ് ഫാക്ട്. രാഷ്ട്രീയപരമായ ഏതെല്ലാം വിശകലനം നടത്തിയാലും ഒരു തരത്തിലും പി രാജുവിനെ അവിടെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കേരളത്തിൽ ഷുവറായിട്ട് ജയിക്കുന്ന അപൂർവം ചില MLA-മാരിൽ ഒരാൾ അടുത്ത തവണ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയിൽ ഒരാൾ അടുത്ത തവണ പി രാജീവ് ആയിരിക്കും. അത് നിസ്സംശയം പറയാം. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒരുപാട് മനക്കോട്ട് കിട്ടുന്നുണ്ട്. കേരളത്തിലെ പലയിടത്തും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനായിട്ട് പറ്റുന്ന സ്ഥാനാർത്ഥികൾ നിർത്തുക, അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കേരളത്തിന്റെ മനസ്സെന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ UDF അനുകൂലമല്ല. കാരണം UDF ഭരണം ഏൽപ്പിച്ചാലുള്ള വരുന്ന ദുരന്തങ്ങൾ കേരള വളരെയധികം ബോധവാന്മാരായ ഒരു ജനമാണ് കേരളത്തിലുള്ളത്. ഞാൻ ശ്രീജയുടെ ഒരു കാര്യം പറയാം. കേരളത്തിലെ യൂത്തിന്റെ മനസ്സിനെ വായിക്കാനായിട്ട് UDF ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം കേരളത്തിലെ യൂത്ത് പഴയപോലെ രാഷ്ട്രീയപരമായ രീതിയിൽ മാത്രം ചിന്തിക്കുന്നവരാണ്. അവരുടെ ഡെവലപ്മെന്റ്സിനെ, വികസനത്തിന് ആഗ്രഹിക്കുന്ന, അവസരങ്ങളെ ആഗ്രഹിക്കുന്നവരാണ്, ഓപ്പർച്യൂണിറ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നവരാണ്. അവരെ അഡ്രസ് ചെയ്യുന്നവർക്കല്ലാതെ അവർ വോട്ട് ചെയ്യത്തില്ല. വലിയ ഒരു വിഭാഗം യൂത്തിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പി രാജുവിനെ പോലെ ഒരു വ്യക്തിത്വം, അത് തന്നെയുമല്ല ഇപ്പൊ ഈ MA യൂസഫലിയുടെ ഈ ഇരട്ട IT ഹബ്ബ് അവിടെ വന്നപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിമിഷനേരം കൊണ്ട് ചെയ്തു കൊടുത്ത് 35,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന ആ IT കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കുന്നതിൽ പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ മന്ത്രിക്ക് വലിയൊരു റോൾ. ശരി, റിജി ലൂക്കോസ് നിരീക്ഷണം കൂടി നമുക്ക് വിഷയങ്ങൾ ഒരിക്കൽ കൂടി ഡാനി, പെരുമ്പാവൂർ എന്നുള്ളൊരു സേഫർ മണ്ഡലത്തിലേക്ക് മാറുക ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം, അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പി രാജീവ് പിടിച്ചെടുത്ത ഒരു ഇടതുകോട്ട ഏതെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് CPM-ന് ഉണ്ടാകാവുന്ന ക്ഷീണം ഒരു വശത്തുണ്ട്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് തിരിച്ചുപിടിക്കുക അല്ലെങ്കിൽ ഒരു മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് അപ്പുറത്തേക്ക്, അങ്ങനെ തിരിച്ചുപിടിക്കുമ്പോൾ ഒരടി ഇടതുപക്ഷത്തിന് കൊടുക്കുക, CPM-ന് കൊടുക്കുക എന്നുള്ളത് കൂടിയായിരിക്കുമല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഷിയാസ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ ഈ രീതിയിലുള്ള ഒരുപക്ഷെ കളമശ്ശേരി ലീഗ് വിട്ടുകൊടുത്ത് കോൺഗ്രസിന് എടുത്തുകൂടെ എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ പലതവണയായിട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരു പൾസ് തന്നെ UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട പൾസ്, കോൺഗ്രസ് അണികളുടെ ഒരു പൾസ് തന്നെ ഷിയാസിന് വേണ്ടി കളമശ്ശേരി ചോദിക്കുക എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടോ അവിടെ? അപ്പോൾ ഇക്കാര്യത്തിൽ മുഹമ്മദ് ഷിയാസ് കൃത്യമായ രീതിയിൽ തന്നെ ഒരു രാഷ്ട്രീയ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. പൊതുവിൽ UDF-നകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ ഒരു ചർച്ച എന്നെല്ലാം തന്നെ പറയുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കുക, അത് ഉചിതമായ ഇടത്ത് തന്നെ കൃത്യമായ സമയത്ത് നൽകുക എന്നതാണ്. അതൊരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെ അത് വായിച്ചെടുക്കുക, ആ രീതിയിലേക്ക് മത്സരം കൊണ്ടുപോകുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ ലീഗിൽ നിന്ന് മറ്റൊന്നും പറഞ്ഞ ഒരു മണ്ഡലം ഏറ്റെടുക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ഒരു മത്സരം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ആ രീതിയിലേക്ക് കൊണ്ടുപോകാം. അതല്ല എങ്കിൽ ലീഗ് മണ്ഡലം വിട്ടു നൽകാത്തൊരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിലായിരിക്കാം ഒരുപക്ഷെ പെരുമ്പാവൂർ എന്ന കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുക, ആ രീതിയിലേക്കെല്ലാം തന്നെ പോവുക. ഈ രീതിയിലുള്ളൊരു സന്ദേശം പൊതുവിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇനിയും ആ ചർച്ചകൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുമുണ്ട്. നിലവിലെ ഒരു ചർച്ചകളുടെ ഒരു ഗതി ഇതാണ്. കാരണം അതിൽ വളരെ സജീവമായ ഒരു പരിഗണന കൃത്യമായ രീതിയിൽ തന്നെ കളമശ്ശേരി മണ്ഡലത്തിലുണ്ട്. കളമശ്ശേരിയിൽ തന്നെയാണ് ലീഗ് ഹുക്ക് ചെയ്യുന്നതെങ്കിൽ പക്ഷേ മാറി ചിന്തിക്കേണ്ടി വരും. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അത് പെരുമ്പാവൂരിലേക്ക് നീങ്ങുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറാം. കാരണം അവിടെ ഒരു സാമുദായികമായ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ കുറേ കൂടി ഒരു സേഫർ സോൺ എന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറാനുള്ളൊരു സാധ്യത തന്നെയുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു ചർച്ച രാഷ്ട്രീയപരമായ ഒരു മറുപടി നൽകുക, ഒരു മികച്ച മത്സരം കാഴ്ചവെക്കുക, കൃത്യമായ രീതിയിൽ തന്നെ അവിടെ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ആകണം, അത് കൃത്യമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തന്നെ ആകണമെന്ന ചർച്ച കോൺഗ്രസിനകത്ത് സജീവമാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പേരും മുഹമ്മദ് ഷിയാസിന്റെ പേര് തന്നെയാണ്. കളമശ്ശേരിയിൽ പി രാജീവിന് ഒരു മറുപടി നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകൻ KPO റഹ്മത്തുള്ളയെ നമുക്കൊപ്പം ചേർന്നു. ശ്രീ